ADGP ശ്രീജിത്തിനെ വ്യക്തിഹത്യ ചെയ്യുവാനും അദ്ദേഹത്തിന്, അതായത് നമുക്ക് കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർക്കുപരിയായിട്ട് കേരളത്തിലെ എല്ലാ സാംസ്കാരിക മേഖലയിലായാലും അല്ലെങ്കിൽ ആധ്യാത്മിക മേഖലയിലായാലും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് സാർ എന്ന് പറയുന്നത്. പുള്ളിയുടെ സർവീസിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ പുള്ളി പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡറിലിരുന്ന സമയത്തായാലും അതല്ല മറ്റ് ഒഫീഷ്യലായിട്ടുള്ള ജോലി ചെയ്ത സമയത്തൊക്കെ തന്നെയും പുള്ളി ജനങ്ങളോടുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ ഒരു ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സേവനമാണ് പുള്ളി മുൻകാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലയിരുന്ന കാലഘട്ടത്തിൽ ആ സമയത്തൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം അപ്പോഴല്ലേ ഉന്നയിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥനെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ഒരു കേസിൽ ഏതോ ഒരു ഈ പറഞ്ഞ പോലെ ഒരു അധ്യാപികയ്ക്ക് മോശമായിട്ടുള്ള എന്തൊക്കെയോ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന അധ്യാപികയെ പിന്തുടർന്നു പോവുകയും നമ്പർ കരസ്ഥമാക്കുകയും തുടരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. അതിന്റെ പേരിൽ അദ്ദേഹം ഇനിഷ്യേറ്റീവായിട്ട് നടപടി എടുക്കുകയും ഈ പറയുന്ന അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഉദ്യോഗസ്ഥ സസ്പെൻഷനിലാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ പേരിൽ, അതായത് ഒരു NVD എന്ന നിലയിൽ അദ്ദേഹം ഒരു ചിത്രം അദ്ദേഹത്തിന്റെ രീതിയിൽ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്ത് പരസ്യം ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് നടത്തി നാട്ടിലെ പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിഫോം ഫോഴ്സുകൾ പാലിക്കേണ്ടതായിട്ടുള്ള കോഡ് ഓഫ് പ്രൊസീഡിങ്സ് എല്ലാം തന്നെ കാറ്റിൽ പറത്തിയ ഒരു ഒന്നാം തരം കച്ചവടക്കാരനായ ആളാണ്. ഇതാണ് ആ പോസ്റ്റ്. അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PSC ടെസ്റ്റിന് 4ാം റാങ്ക് 2017 AMVI റാങ്ക് ലിസ്റ്റിൽ 4ാം റാങ്കുകാരനായ ദിബിൻ ഇടവണ്ണ നേരിട്ട് നടത്തുന്ന ക്ലാസ് ആണ്. അതായത് ഒരു സർക്കാർ ഈ ഒരു ഒറ്റ പരസ്യം മതി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തന്നെ ഇത് മതി. അപ്പൊ അദ്ദേഹത്തിനെതിരെ എടുത്തേക്കുന്ന നടപടി എനിക്ക് തോന്നുന്നു ഈ ഒരു ടീച്ചറുടെ പരാതിയിലുള്ള നടപടി മാത്രമേ നിലവിലെടുത്തിട്ടുള്ളൂ. അടിയന്തരമായിട്ട് തന്നെ എന്താവണം, ഇദ്ദേഹത്തിനെതിരായിട്ട് ഇദ്ദേഹം ഈ പറയുന്ന സർവീസ് കോഡുകളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള യൂണിഫോമും ഔദ്യോഗികമായിട്ടുള്ള ജോലിയും സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വയം ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രൊമോഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്.